മന്ത്രി എന്ന നിലയിലുള്ള ശമ്പളം തികയുന്നില്ല എന്ന് പറഞ്ഞ് മന്ത്രിപ്പണി പോലും വേണ്ട എന്ന് വെക്കുകയാണ്. മന്ത്രിക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് വീടിന് ലോൺ അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് എന്നാണ് ജോർജ് ഫ്രീമാൻ പറയുന്നത്. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുലെ, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ആ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പെടാപ്പാടാണ്, പിടിവലിയാണ്. അവിടെയാണ് ബ്രിട്ടനിൽ നിന്നുള്ള ആള് ആ മന്ത്രിപ്പണിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല, അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ ആ മന്ത്രിസ്ഥാനം പോലും രാജിവെച്ച് പോകുന്നത്. അത്രയ്ക്ക് പ്രശ്നമാണ് അവിടുത്തെ മന്ത്രിമാർക്ക്. ഇപ്പോൾ നോക്കൂ, അതിനകത്ത് ഈ രാജിവെച്ചതിൻ്റെ കണക്കുകളൊക്കെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ നോക്കൂ, പൂജ ഒരു നാട് ഭരിക്കുകയാണ്, ആ മന്ത്രിസഭയിൽ ഞാനുണ്ട്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ ബഹളമാണ്, ഇവിടുത്തെ പലിശ നിരക്ക് കൂടുതലാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ബഹളം വയ്ക്കുകയാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്. പരിഹാരം കാണാൻ കഴിയാത്തത് കൊണ്ടോ എന്തോ നമ്മൾ ഇതിന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരവസ്ഥയിലിരിക്കെ പൂജയുടെ മന്ത്രിസഭയിലുള്ള ഞാൻ രാജിവെച്ച് പോവുകയാണ് ഇതേ കാരണം പറഞ്ഞ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പൂജയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണാധികാരികൾക്ക് എങ്ങനെ അത് ഭയങ്കര പ്രതിരോധത്തിലാക്കുന്നൊരു നടപടിയാണെന്ന് ആ മന്ത്രി ഈ ജോർജ് ഫ്രീമാൻ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഋഷി സുനക്കിൻ്റെ മന്ത്രിസഭ ഈ നാട്ടുകാർ നിരന്തരം പറയുന്നുണ്ട്, അപ്പം ഈ പറയുന്നത് പോലെ പലിശ നിരക്ക് കൂടുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ലക്ഷത്തിന് മുകളിൽ പൗണ്ട് വാങ്ങിക്കുന്ന മന്ത്രി പറയുകയാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല വായ്പ അടച്ചേർക്കാം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി രാഹുൽ, അപ്പോൾ ജനങ്ങളും സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതെ, തീർച്ചയായും അതാണ് പറഞ്ഞത്. ഭയങ്കര പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം 10 വർഷമായി MP ആണ്, ശാസ്ത്ര വിഭാഗത്തിൻ്റെ ചുമതലയാണ്, എല്ലാ വർഷങ്ങളിലും മന്ത്രിയായിരിക്കുന്നത്, അതിന് പരിചയ സമ്പത്തുമുണ്ട്. ഇദ്ദേഹം പറയുന്നത്, ഞാൻ MPയുടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കിക്കോളാം, മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന ഋഷി സുനക് മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, പ്രതിരോധത്തിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കൗതുകമായ ഒരു കാര്യം. രണ്ട്, ആ ജനങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നും അവിടുത്തെ സാഹചര്യം ഇതാണെന്നും കൂടി ഈ വാർത്ത സൂചിപ്പിക്കുന്നുണ്ട് പൂജ. തീർച്ചയായും ഇങ്ങനെ ഒരു മന്ത്രി തന്നെ ഒരു മന്ത്രിസഭയെ മാത്രമല്ല എല്ലാ തലങ്ങളും പ്രതിരോധത്തിലാക്കി തന്നെയായിരിക്കും. അത് വലിയൊരു ആഘാതമായിരിക്കും തീർച്ചയായിട്ടും ഋഷി സുനക്കിന്റെ മന്ത്രിസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നായിരിക്കും ജനങ്ങൾ പോലും ചിന്തിക്കുന്നത്. മന്ത്രിക്ക് പോലും ശമ്പളം തികയുന്നില്ല, മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ ആ ശമ്പളം കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായിരിക്കും ഇനി അവിടുത്തെ ഭരണാധികാരികൾ നൽകാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനം കൂടിയാണ്. രാഹുലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്.